അഖിൽ സത്യൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളിയും റിയ ഷിബുവും അഭിനയിച്ച് നമ്മുടെ തിയേറ്ററുകളിൽ ഇപ്പോൾ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് സർവമായ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? സൂപ്പർ നാച്ചുറൽ കോമഡി കാറ്റഗറിയിൽ ഒരുക്കിയ ഒരു കൊച്ചു കഥയാണിത്. ഈ സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലെ ഒരു സൈക്കോളജിക്കൽ എലമെൻറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ അറ്റംപ്റ്റ്. ചിത്രത്തിൻ്റെ പേരിലുള്ള മായ എന്ന ടേം തന്നെ സൈക്കോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. മാത്രമല്ല ചിത്രത്തിലെ നായിക കഥാപാത്രത്തിൻ്റെ പേര് ഡെലൂലു എന്നാണ്. ഈ പേരിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡെല്യൂഷൻ എന്ന സൈക്കോളജിക്കൽ ടേമിൻ്റെ ഷോർട്ടായിട്ടാണ് നായകൻ നായികയ്ക്ക് ഈ പേരിട്ട് കൊടുക്കുന്നത്. മായ അഥവാ ഇല്യൂഷൻ, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥ. തോന്നൽ രണ്ട് തരത്തിലാകാം. ഒന്നുകിൽ നിലവിലില്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉള്ള ഒന്നിനെ വേറൊന്നായി തോന്നുന്ന അവസ്ഥ. കൺഫ്യൂഷൻ ആക്കിയോ? സാരല്ല, സിമ്പിളായിട്ട് പറയാം. ഉള്ള ഒന്നിനെ വേറൊന്നായി തോന്നുന്ന അവസ്ഥയാണ് ഇല്യൂഷൻ അഥവാ മായ. ഇതെല്ലാവർക്കും ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ നല്ല ചൂടുകാലത്തൊക്കെ ടാറിൻ റോട്ടിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ദൂരെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അടുത്ത് ചെല്ലുന്തോറും ചിലപ്പോൾ അത് ഇല്ലാതായി പോകും. അതുപോലെ തന്നെ നമ്മളൊരു പാർക്കിംഗ് സ്ലോട്ടിൽ കാർ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ കിടക്കുന്ന മറ്റൊരു കാർ മുന്നോട്ടെടുത്താൽ നമ്മുടെ കാർ പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഇല്യൂഷൻ. മജീഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് മിക്കവാറും ഇല്യൂഷൻസ്. മജീഷ്യൻ്റെ കയ്യിലുള്ള ഒരു വെള്ള കർച്ചീഫ് ഒരു പ്രാവായി നമുക്ക് തോന്നുന്നത് ഇല്യൂഷനാണ്. എന്നാൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥ, അതായത് അതൊരു മനോരോഗത്തിൻ്റെ സിംറ്റമാണ്, ഹാലൂസിനേഷൻ. ശരീരത്തിലെ ഏത് ഇന്ദ്രിയങ്ങളെയും ഈ ഹാലൂസിനേഷൻ ബാധിച്ചേക്കാം. അതായത് കാഴ്ച, കേൾവി, മണം, അങ്ങനെയെല്ലാം. ഇത് സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം എന്ന മാരകമായൊരു മനോരോഗത്തിൻ്റെ ലക്ഷണമാണ്. നിലവിൽ നമ്മുടെ ചിത്രത്തിൻ്റെ പേരിലുള്ള മായ എന്ന വാക്കിൻ്റെ കൃത്യമായ പരിഭാഷ ഇല്യൂഷൻ എന്നാണ്. അതായത് ഉള്ള ഒരു കാര്യത്തെ മറ്റൊരു രീതിയിൽ അനുഭവപ്പെടുന്ന അവസ്ഥ. ശരിക്കും സിനിമയുടെ തീം നോക്കുമ്പോൾ ആ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ഇല്യൂഷൻ എന്നൊരു ടേമല്ല, പകരം ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥയാണത്. അതായത് ഹാലൂസിനേഷൻ. മറ്റാരും കാണാത്ത പ്രേതത്തെ നായകൻ മാത്രം കാണുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഡെലൂലു എന്ന ഓമന പേരിനും ചെറിയൊരു പ്രശ്നമില്ല എന്നൊരു സംശയം. ഡെല്യൂഷൻ എന്ന സൈക്കോളജിക്കൽ ടേമിൻ്റെ യഥാർത്ഥ അർത്ഥം ഫേംലി ഹെൽഡ് ഫോൾസ് ബിലീഫ് എന്നാണ്. അതായത് അടിയുറച്ച, എളുപ്പം മാറ്റാൻ പറ്റാത്ത ഒരു തെറ്റായ വിശ്വാസം. ഇതും സ്കീസോഫ്രീനിയ എന്ന മനോരോഗത്തിൻ്റെ മറ്റൊരു സിംറ്റമാണ്. സ്കീസോഫ്രീനിയയ്ക്ക് 3 സിംറ്റംസ് ആണുള്ളത്: പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ സൈക്കോമോട്ടർ. ഹാലൂസിനേഷനും ഡെല്യൂഷനും പോസിറ്റീവ് സിംറ്റംസ് ആണ്. എന്തുകൊണ്ടാണ് അവയെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് വിളിക്കുന്നതെന്നൊക്കെ മറ്റൊരു വീഡിയോ നമുക്ക് പറയാം. ഈ ഡെല്യൂഷൻസ് 4 തരത്തിലുണ്ട്. ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെല്യൂഷൻ ഓഫ് റെഫറൻസ്, ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ, ഡെല്യൂഷൻ ഓഫ് കൺട്രോൾ. ഞാനിതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഇതിനെപ്പറ്റി അധികം അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം സിമ്പിളായിട്ടൊരു കാര്യം പറയാം. സ്കിസോഫ്രീനിയ ബാധിച്ച ചില രോഗികൾക്ക് മറ്റുള്ള എല്ലാവരെയും ഭയങ്കര സംശയമായിരിക്കും. മറ്റുള്ളവർ തങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് എല്ലാവരും അങ്ങ് വിശ്വസിക്കും. അത് നമ്മൾ തിരുത്തി കൊടുക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, അവർ ആ വിശ്വാസം മാറ്റത്തില്ല. ചിലർ വിചാരിക്കും അവർക്ക് അമാനുഷികമായ എന്തോ ശക്തിയൊക്കെ ഉണ്ടെന്ന്. ചില രോഗികൾ പറയും അവർ ക്രൈസ്റ്റാണ്, അല്ലെങ്കിൽ ബുദ്ധനാണ്, അല്ലെങ്കിൽ ശക്തിമാനാണ് എന്നൊക്കെ പറയും. എത്ര തിരുത്തി കൊടുക്കാൻ നോക്കിയിട്ടും കാര്യമില്ല, അവരത് മാറ്റില്ല. അതുകൊണ്ടാണ് ഫേംലി ഹെൽഡ് ഫോൾസ് ബിലീഫ് എന്ന് ഡെല്യൂഷനെ പറ്റി പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചിത്രത്തിലെ നായകന് തോന്നുന്നത് ഹാലൂസിനേഷനാണ്, ഡെല്യൂഷനോ ഇല്യൂഷനോ അല്ല. നായികയ്ക്ക് ഹലുലു എന്ന പേരല്ലേ സൈക്കോളജിക്കലായി കുറച്ചുകൂടെ കറക്റ്റ്? കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം, ഇതൊക്കെ എന്തിനാ എത്ര കൃത്യമായി നോക്കുന്നത്, കഥ ആസ്വദിച്ചാൽ പോരെ എന്ന്. ശരിയാണ്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു സിനിമ റിവ്യൂ അല്ല, സിനിമയെ കുറ്റം പറയാൻ വന്നതുമല്ല. അതിലെ സൈക്കോളജിക്കൽ എലമെൻസിനെ ഒന്ന് അനലൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ വേൾഡ് വൈഡായിട്ട് ഒരു സിനിമയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ പല മേഖലകളിലുള്ള ആളുകളും അത് കാണാൻ സാധ്യതയുണ്ട് അല്ലേ? അണിയറക്കാർ കുറച്ചുകൂടി ഒന്ന് റെഫർ ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. സിനിമകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ താജ്മഹലിനാണ് കുത്തബ് മിനാറിനേക്കാൾ ഉയരമുണ്ടെന്ന് ജയറാമിൻ്റെ 1 മാൻ ഷോ എന്ന സിനിമ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ 2022 ഇറങ്ങിയ ദേജാവു, അതുപോലെ തന്നെ അതേ വർഷം ഇറങ്ങിയ മമ്മൂട്ടിയുടെ മറ്റൊരു പടമാണ് റോഷാർക്ക്. ഇതെല്ലാം മനഃശാസ്ത്രപരമായ കാര്യങ്ങളെ സിമ്പിളായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച സിനിമകൾ ചിലതാണ്. ചിലരെങ്കിലും ഈ ടേമുകളൊക്കെ അപ്പോഴായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നതും. അതുപോലെ തന്നെ ഡെല്യൂഷൻ എന്ന വാക്കും ഇപ്പോഴായിരിക്കും ചിലരെങ്കിലും കേട്ടത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി. ഡെല്യൂഷൻ ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങനെ വിളിക്കാം. അപ്പം എങ്ങനെയാ?
പ്രേതത്തിൻ്റെ പുതിയ പേര് ഹലുലു.